ഹായ് ഓൾ. ഇന്ന് നമ്മൾ SSCRT 5ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. ഇത് 3ാമത്തെ ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്. ബേസിക് സയൻസിലെ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ തന്നെ കുറച്ച് പോയിൻറ്റ്സേ പഠിക്കാനുള്ളൂ. ആ പോയിൻറ്റ്സ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അത് വായിക്കുമ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ നമുക്ക് ഈ ചാപ്റ്റർ സെറ്റാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ തുടക്കത്തിലൊക്കെ ജലത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കുട്ടി പറയുന്നത് നമുക്കൊന്നും അത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളൊരു ഭാഗമല്ല. ഇവിടെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അവിടെ നോക്കി നോക്കൂ, എങ്ങനെ പുഴവെള്ളം ശുദ്ധീകരിക്കുക. നമുക്കിതൊക്കെ അറിയുന്ന കാര്യം, പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അപ്പുറമായിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷഫിൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഓർഡർ ആക്കാൻ വേണ്ടി അറിയണം വേണ്ടേ. അപ്പോൾ എങ്ങനെയാണ് പുഴവെള്ളം ശുദ്ധീകരിക്കുക? അപ്പോൾ ആദ്യം ഒരു പുഴവെള്ളം എന്ന് പറയുമ്പോൾ വലിയ വലിയ മാലിന്യങ്ങൾ, കുപ്പി അങ്ങനത്തെയുള്ള വലിയ വലിയ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കുപ്പികൾ, കവറുകൾ. അപ്പോൾ ആ മാലിന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? അരിച്ചു മാറ്റി. അതിനുശേഷം ബാക്കിയുള്ള മാലിന്യങ്ങൾ എന്ത് ചെയ്തു? അടിയാൻ അനുവദിച്ചു. ആ മാലിന്യങ്ങൾ അടിഞ്ഞു കഴിഞ്ഞാലും പിന്നെ അതിൽ ഒരുപാട് അവശിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെ പല തട്ടുള്ള അരിപ്പകൾ ഉപയോഗിച്ച് അരിച്ചു മാറ്റി. അതിനുശേഷം രോഗാണുക്കൾ ഉണ്ടാവില്ലേ, ബാക്ടീരിയ പോലെയുള്ള പ്രോട്ടോസോവകളൊക്കെ ഉണ്ടായിരിക്കും. ആ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ഈ 4 സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. പിന്നെ എന്താ ചെയ്യുന്നത്? ടാങ്കിലേക്ക് സംഭരിക്കുന്നു. പിന്നെ നേരെ ജലം എന്ത് ചെയ്യുന്നു? വീടുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 4 സ്റ്റെപ്പുകളാണ്. ആദ്യം നമ്മൾ വലിയ മാലിന്യങ്ങളെ ഒഴിവാക്കി, ദെൻ മാലിന്യങ്ങൾ അടിയാൻ അനുവദിച്ചു, പല ടൈപ്പുള്ള അരിപ്പകൾ ഉപയോഗിച്ചു. 4ാമത്തെ സ്റ്റെപ്പാണ് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത്. ദെൻ ടാങ്കിലേക്ക് എത്തിച്ചു, വീടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത് പുഴവെള്ളം ശുദ്ധീകരണത്തിൻ്റെ ഘട്ടങ്ങളാണ്. സ്റ്റെപ്സ് ഷഫിൾ ചെയ്ത് വന്ന് നമുക്ക് എഴുതാനായിട്ട് കിട്ടണം. ജസ്റ്റ് ഒന്ന് കേട്ടു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ പുഴവെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതെന്നൊക്കെ നമുക്കറിയാം. പിന്നെ മറ്റേതൊക്കെ സ്രോതസ്സുകളിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, നമുക്കതൊന്നും പഠിക്കേണ്ടതായില്ല. ഇവിടെ ചെറിയൊരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ജലത്തിൻ്റെ ഏകദേശ പ്രതിദിന ഉപയോഗം എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം ഇവിടെ കുറേ അളവുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ? കുടിക്കാൻ എത്ര ലിറ്റർ വെള്ളം ആവശ്യമാണ്. അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അതുകൊണ്ട് എത്ര ലിറ്റർ വെള്ളം കുടിക്കാൻ ആവശ്യമാണ്? 2.5 മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ആവശ്യമാണ്. അത് മാത്രം ശ്രദ്ധിക്കുക. 2.5 to 3.5 ലിറ്റർ വെള്ളം കുടിക്കാൻ ആവശ്യമാണ്. ദെൻ ഇവിടെ കുറച്ച് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജലത്തിൻ്റെ ആവശ്യകതയും കുറയുന്ന ലഭ്യതയും, ഒരുപാട് ജനസംഖ്യ കൂടുതലും ശുദ്ധജലം കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ PSC എക്സാമിന് അവിടെ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗമാണ്, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും എത്രത്തോളം രീതിയിൽ ജലാംശമുണ്ട് എന്നുള്ളത്. ഇത് പഠിക്കണം, നിർബന്ധമായി പഠിക്കണം, നമുക്ക് എക്സാമിന് വരും. ഫസ്റ്റ് ഓഫ് ഓൾ തലച്ചോറ്. എത്ര ശതമാനം തലച്ചോറിൽ ജലമുണ്ട്? തലച്ചോറിൽ ജലം 73% തലച്ചോറിൽ ജലമുണ്ട്. ഓക്കെ, ഹൃദയം. നമ്മുടെ ഹൃദയത്തിൽ എത്ര ശതമാനമുണ്ട്? 75% ഹൃദയത്തിലുള്ളത്. അതേപോലെ തന്നെ 75% വേറൊരു ആളും കൂടിയുണ്ട്, പേശികൾ. അവിടെയും പേശികളിലുമുള്ള ജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് 75%. അപ്പോൾ 2 സ്ഥലത്താണ് 75% ജലത്തിൻ്റെ കണ്ടന്റ് ഉള്ളത്. ഒന്ന് ഹൃദയത്തിലും ഉണ്ട്, പേശികളിലും ഉണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിൽ, തലച്ചോറിൽ എത്രയാണുള്ളത്? 73% ഉള്ളത്. ഇനി രക്തത്തിലെ ജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് 94% ഉണ്ട്. നമുക്കറിയാം രക്തം എന്ന് പറയുന്നത് ഒഴുകുന്നൊരു സാധനമാണ് അല്ലേ. അപ്പോൾ ഒത്തിരിയധികം ജലത്തിൻ്റെ കണ്ടൻറ്റ് വേണ്ടേ. അപ്പോൾ രക്തത്തിലെ ജലത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 94% ഉള്ളത്. പിന്നെ വൃക്ക ജലവുമായി ഒരുപാട് കണക്റ്ററായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ വൃക്കയിലെ ജലത്തിൻ്റെ അംശം എന്ന് പറയുന്നത് 79%. ശ്വാസകോശത്തിൽ 83% ഉണ്ട്. നമ്മൾ ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്നൊക്കെ പറഞ്ഞാൽ പരസ്യം കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്പോഞ്ച് നല്ലോണം വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ശ്വാസകോശത്തിൽ 83% ജലാംശമുണ്ട്. അസ്ഥികളിലാണ് ഏറ്റവും കുറവ് അല്ലേ. 31% മാത്രമേ അസ്ഥികളിലുള്ളൂ. ഓക്കെ, അസ്ഥികളിലെ 31%. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു തലച്ചോറിൽ 73% ഉണ്ട്. ഹൃദയവും പേശികളും നോക്കുക വെച്ചാൽ 75%. ഹൃദയത്തിൽ 75%, നമ്മുടെ പേശികളിലും 75%. വൃക്ക 79% വൃക്കയിലുള്ളത്. രക്തത്തിലുള്ളത് 94% ഉണ്ട്. അതുപോലെ ശ്വാസകോശം 83% ഉണ്ട്. നമ്മുടെ അസ്ഥികളിലെ വളരെ കുറവാണ്, 31% മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കി നോക്കൂ, ഒരു സസ്യത്തിന് എന്തെല്ലാമാണ് ജലത്തിനെ കൊണ്ടുള്ള ആവശ്യങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ്? ആഹാരത്തെ ഇലകളിൽ നിന്നും
മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ഇലകളിൽ ആഹാരം പാചകം ചെയ്യും അല്ലേ. ഇതിൽ ഫ്ലോയം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തേക്കും എത്തിക്കുന്നുണ്ട്. അതിനാരാവശ്യമാണ്, ജലം ആവശ്യമാണ്. ഇലകളിൽ പാകം ചെയ്യുന്ന ആഹാരം സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജലം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് എന്ത്, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിനും ആരാവശ്യം തന്നെയാണ്, ജലം ആവശ്യമാണ് അല്ലേ. റൂട്ട് എന്ത് ചെയ്യും, ആഗിരണം ചെയ്യും, ലവണങ്ങളൊക്കെ എടുക്കും, അതിന് ഇലകളിലേക്ക് എത്തിക്കണ്ടേ, സൈലം വഴി എത്തിക്കുന്നില്ലേ, ആ എത്തിക്കാൻ ആരാവശ്യമാണ്, ജലവും ആവശ്യമാണ്. പ്രകാശ സംശ്ലേഷണത്തിനും എന്തുണ്ട്, ജലത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഈ മൂന്നും നമുക്ക് കിട്ടും അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് വന്ന ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. ഇനി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്കൊരു കൺഫ്യൂസിങ് കോസ് ചെയ്യുള്ളൂ. എന്താണത് പറയുന്നത്, സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് ജലം ആവശ്യമാണ്. നമ്മളിത് വായിക്കാതെ പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ഈ ഒരു പോയിന്റ് കിട്ടാൻ നമുക്കൊരു കൺഫ്യൂഷൻ വരും. സസ്യശരീരത്തിൻ്റെ ഘടനയ്ക്ക് എന്തിനാ ജലം അല്ലേ, പക്ഷേ ജലത്തിൻ്റെ ആവശ്യകതയുണ്ട്. സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് ജലം ആവശ്യമാണ്. 4 പോയിന്റ് കിട്ടിയില്ലേ. ഒന്ന്, ഫുഡ് മറ്റ് ഇലയിൽ നിന്ന് മറ്റെല്ലാ പാർട്സിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് വലിച്ചെടുക്കുന്ന ലവണങ്ങൾ ഇലകളിൽ എത്തിക്കാൻ ജലം ആവശ്യമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ജലം ആവശ്യമാണ്. സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ്. ക്ലിയർ അല്ലേ. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. ഇനി നിറവും മണവുമില്ല അപ്പോൾ ശുദ്ധജലമായിരിക്കും. ആ ഒരു കുട്ടി പറയുന്നത് കണ്ടോ, അങ്ങനെയാണോ? നിറവും മണവും ഇല്ലാച്ചിട്ട് ശുദ്ധജലമായിരിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ. നിറമില്ല, മണമില്ല, പക്ഷെ എന്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ബാക്ടീരിയകളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായും നിറവും മണവും ഇല്ല എന്ന് വെച്ചിട്ട് ഒരു വെള്ളവും എന്തായി മാറില്ല, ശുദ്ധജലമായിട്ട് മാറില്ല. നിറം ഇല്ല, മണമില്ല, പക്ഷെ എന്തുണ്ട്, ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ശുദ്ധജലമാണോ? അല്ല, ശുദ്ധജലം അല്ല. ജലത്തിന് ആകൃതിയുണ്ടോ? ഇല്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉൾക്കൊള്ളിക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും ജലത്തിനുണ്ടായിരിക്കുക. ജലത്തിൽ സ്വന്തമായിട്ടൊരു ആകൃതി ഉണ്ടായിരിക്കില്ല. ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജലത്തിൻ്റെ ആകൃതിയും പാത്രത്തിൻ്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമുണ്ട് അല്ലേ. ജലത്തിൻ്റെ ആകൃതി എന്താണെന്ന് ഏതായിരിക്കും ഫോളോ ചെയ്യുക, പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും ജലത്തിൻ്റെ ആകൃതി പിന്തുടരുന്നുണ്ടായിരിക്കുക. ഇനി അടുത്തത് മുങ്ങുന്നവയും മുങ്ങാത്തവയും. 2 കുട്ടികൾ തോണി കെട്ട് കളിക്കുന്നുണ്ട് അല്ലേ. അവിടെ നമുക്ക് വലിയ പഠിക്കാനൊന്നുമില്ല. ഇവിടെ ഒരു ടേബിൾ കണ്ടോ, വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ ഊഹം നമ്മൾ കണ്ടെത്തി എഴുതണം അല്ലേ. കല്ല് ജലത്തിലിട്ടാൽ എന്താ സംഭവിക്കുക, താഴ്ന്നു പോകും അല്ലേ, മുങ്ങിപ്പോകുന്നു. ബലൂണ് മുങ്ങിപ്പോവില്ല, ജലത്തിൽ മുങ്ങിപ്പോവില്ല. നാണയം എന്ത് സംഭവിക്കും, നാണയം ജലത്തിൽ താഴ്ന്നു പോകുന്നു, മുങ്ങിപ്പോകുന്നു. തടിക്കഷ്ണം എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിൽ കൺഫ്യൂഷൻ വരും. തടിക്കഷ്ണമൊക്കെ നല്ല വെയിറ്റുള്ള സാധനമല്ലേ, മുങ്ങിപ്പോകുന്നു. ഒരിക്കലുമില്ല. നമ്മുടെ സിനിമ ഓർത്താൽ മതി. ഒരു സിനിമ ഉണ്ടല്ലോ, തടിക്കഷ്ണം പൊന്തി വരുന്നത് പിടിക്കുന്നത്. അതെന്താ, പൊന്തി വരുന്ന തടിക്കഷ്ണമല്ലേ പിടിക്കുന്നേ. അപ്പോൾ നരൻ സിനിമയിൽ പറയുന്നില്ല, തടിക്കഷ്ണം പൊന്തി വരികയാണ്. അപ്പോൾ തടിക്കഷ്ണം എന്ത് ചെയ്യില്ല, മുങ്ങിപ്പോകുന്നില്ല. കർപ്പൂരം മുങ്ങിപ്പോകുന്നുണ്ടോ? ഇല്ല. കർപ്പൂരം എന്ത് ചെയ്യാണ്, പൊങ്ങിക്കിടക്കുകയാണ്, മുങ്ങിപ്പോകുന്നില്ല. പ്ലാസ്റ്റിക് എന്താ ചെയ്യുന്നത്, പൊങ്ങിക്കിടക്കുകയാണ്, ഒരിക്കലും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നില്ല. ഇരുമ്പാണി മുങ്ങിപ്പോകുന്നുണ്ട്. ഇല എന്താ ചെയ്യുന്നത്, ഇല ഇങ്ങനെ പുറത്ത് ഫ്ലോട്ട് ചെയ്ത് നടക്കുമായിരിക്കും. ഒരിക്കലും ഇല എന്ത് ചെയ്യുന്നില്ല, വെള്ളത്തിലേക്ക് താഴ്ന്നു പോവില്ല. പിന്നെ ഇല കുറച്ച് അഴുകി അത് കേടാവുമ്പോൾ മാത്രമേ താഴ്ത്തേക്ക് വീഴുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല, ഇല എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇല എന്ത് ചെയ്യുള്ളൂ, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു എന്ന് ഓർത്താൽ മതി. പണ്ടൊരു ഉറുമ്പിൻ്റെ കഥയൊക്കെ പഠിച്ചില്ലേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ഇലയിൽ കൂടെ ഉറുമ്പ് പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അത് ഓർത്താൽ മതി. ഇല പൊങ്ങിക്കിടക്കുന്നുള്ളൂ, അത് മുങ്ങിപ്പോകുന്നില്ല. മെഴുക് എന്താ ചെയ്യുന്നത്, പൊങ്ങിക്കിടക്കുകയാണ്, അത് മുങ്ങിപ്പോകുന്നില്ല. ഐസ് എന്താ, പൊങ്ങിക്കിടക്കുക ചെയ്യുന്നത്, ഒരിക്കലും അത് മുങ്ങിപ്പോകുന്നില്ല. ഈ ടേബിളിലെ കുഞ്ഞു ഫാക്ട്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു അല്ലേ. നമ്മുടെ ചെങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നത് അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയാണ് ലയിക്കുന്നവയും ലയിക്കാത്തവയും. ചേട്ടാ, എനിക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ? വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കുക, നാരങ്ങ വെള്ളം റെഡി അല്ലേ. ഉണ്ടാക്കേണ്ട മടിക്ക് നേരെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കി നോക്കൂ, പഞ്ചസാര എവിടെ, വെള്ളത്തിൽ ലയിച്ചു ചേർന്നപ്പോൾ അത് കാണാൻ കഴിയാത്തതാണ്. നോക്കി നോക്കാം നമുക്ക് എന്താണ് ഇവിടെ പറയുന്നതെന്ന് അല്ലേ. എന്താണ്, അതായത് ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ മുകളിൽ പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ.
ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വസ്തുക്കളിൽ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്, ലയിക്കാത്തവ ഏതൊക്കെയാണ് നമുക്ക് കണ്ടെത്തണം. നോക്കി നോക്കാം. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമോ? യെസ്, പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു. ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ? ഉപ്പും വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. വിനാഗിരി വെള്ളത്തിൽ ലയിക്കുമോ? വിനാഗിരി വെള്ളത്തിൽ ലയിക്കുമോ? വിനാഗിരി നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ലയിച്ച് ചേരുന്നുണ്ട് അല്ലേ? വിനാഗിരി വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. അപ്പക്കാരം വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. അതുപോലെ സോപ്പ് പൊടി അല്ലേ, നമ്മൾ കഴുകെടുക്കുമ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. മണ്ണെണ്ണ വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ? ഇല്ല. വെളിച്ചെണ്ണ ലയിക്കുന്നില്ല. മെഴുക് ലയിക്കുന്നില്ല. കർപ്പൂരം ലയിക്കുന്നില്ല. തുരിശ് ലയിക്കുന്നുണ്ട്. തുരിശ് ലായനി ഉണ്ടാക്കാനൊക്കെ തുരിശ് ലയിക്കുന്നുണ്ട്. തുരിശിൻ്റെ പൗഡറോ അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്റ്റൽസൊക്കെ കിട്ടും. ഓക്കെ. പൊട്ടാസ്യം പെർമാംഗനേറ്റും വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളത്തിൽ ലയിക്കുന്നവരും ലയിക്കാത്തവരും നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ടേബിളാക്കി കൊടുത്തിരിക്കുകയാണ്. അതിൽ ലയിക്കാത്തവർ ആരൊക്കെയാണ്? മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം എന്നിവർ വെള്ളത്തിൽ ലയിക്കുന്നില്ല. ബാക്കി എല്ലാവരും എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നു. എന്നാൽ വാതകങ്ങൾ വെള്ളത്തിൽ ലയിക്കുമോ? തീർച്ചയായും വാതകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. വാതകങ്ങൾ വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ അക്വേറിയത്തിലെ മീനുകൾക്ക് ഓക്സിജൻ കിട്ടുന്നേ. ഓക്സിജൻ വെള്ളത്തിൽ ലയിച്ച് ചേരുന്നില്ലേ? H2O, അവിടെ ഓക്സിജൻ ഇല്ലേ? അതുകൊണ്ടല്ലേ മീനുകൾക്ക്, അക്വേറിയം തന്നെയല്ല, നദികളിലെ പോലും മീനുകൾക്ക് എന്ത് കിട്ടുന്നത്? ഓക്സിജൻ കിട്ടുന്നത്. അതുമാത്രമാണോ? നമ്മൾ ഈ സോഡാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിലെ വെള്ളത്തിലേക്ക് കയറ്റിയിട്ടല്ലേ കാർബോണിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും എന്തുതന്നെയാണ്? വാതകം വെള്ളത്തിൽ ലയിച്ചതിനുള്ള ഒരു ഉദാഹരണമാണ്. അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടിയത് എവിടുന്നാ? വെള്ളത്തിൽ നിന്നാണ് കിട്ടിയത് അല്ലേ? അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ കിട്ടിയത് എവിടെ നിന്നാണ്? വെള്ളത്തിൽ നിന്നാണ് കിട്ടിയത്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ സോഡ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ? കാർബോണിക് ആസിഡ്. സോഡയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? കാർബോണിക് ആസിഡാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മുടെ കാർബോണിക് ആസിഡ് ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഇനിയൊരു കുഞ്ഞു കാര്യം, ഇവിടെ കുഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുന്നത്? ലയിച്ചു ചേരുന്ന, ഇങ്ങനെ ലയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ഇപ്രകാരം ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? നമുക്കറിയാം, പക്ഷെ നമുക്ക് ചിലപ്പോൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇത് കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലേ? ലീനം, ലായകം നമുക്കറിയാം, പക്ഷെ അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് മോശമാണ്. കുഞ്ഞു കാര്യമല്ലേ? നമുക്കൊരു കുഞ്ഞ് കോഡ് വെച്ച് പഠിക്കാം. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കുകയാണ്. ഈ പഞ്ചസാര ലായനിയിൽ നമ്മളൊരു വെള്ളം എടുത്തു, ഒരു ബീക്കറിൽ നിറച്ച് വെള്ളം എടുത്തു. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് പഞ്ചസാര ലായനി ഉണ്ടാക്കുക അല്ലേ? ആ പഞ്ചസാര ലായനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറവെടുക്കുന്നത് ഏതാ? ഏറ്റവും കുറച്ച് ഏതെടുക്കുക? പഞ്ചസാര. വെള്ളത്തിൻ്റെ അത്രയും പഞ്ചസാര നമ്മൾ എടുക്കുമോ? ഇല്ല. അങ്ങനെ എടുത്താൽ ലയിക്കില്ല അല്ലേ? അപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്തു, ബാക്കി വെള്ളം എടുത്തു അല്ലേ? അപ്പോൾ കുറച്ചെടുത്തത് ഏതാണ്? പഞ്ചസാര. ഈ ലീനം എന്ന് പറയുന്ന വാക്കിൽ 2 ലെറ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ വാക്ക് കുറവ് എന്തിനാണുള്ളത്? ലീനത്തിനാണ് അല്ലേ? ലീനം ചെറിയൊരു കുഞ്ഞു കോഡാണ് കേട്ടോ. അറിയുന്നവർ ഇത് വിട്ടുപോയിക്കൂ, അറിയാത്തവർക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ലീനം എന്ന് പറയുമ്പോൾ 2 വാക്കേ ഉള്ളൂ. പഞ്ചസാര എന്ന് പറയുമ്പോഴും കുറച്ചേ എടുക്കുന്നുള്ളൂ. കുറേ വെള്ളത്തിലാണ് നമ്മൾ കലക്കുക അല്ലേ? അപ്പോൾ കുറേ വെള്ളമുണ്ട്. ആ വെള്ളത്തിന് നമുക്ക് എന്താക്കി എടുക്കാം? ലായകം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഏത് വസ്തുവിനെയാണോ ലയിപ്പിക്കുന്നത് അതിന് ലീനമെന്നും, ഏതിലാണോ ലയിപ്പിക്കുന്നത്, വെള്ളത്തിലല്ലേ ലയിപ്പിച്ചത്, അപ്പോൾ അതിനെ ലായകമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലീനം ലായകത്തിൽ ലയിപ്പിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലായനി കിട്ടുന്നത്. കിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിനെ നമ്മൾ ലീനമെന്നും, എന്തിലാണോ ലയിച്ചു ചേരുന്നത്, അപ്പം 3 വേർഡ്സ് ഉണ്ട്. ലായകം. ലീനത്തിന് 2 വേർഡ്സ് ഉള്ളൂ. കുറച്ചെടുത്തതിന് 2 വേർഡ്സ്, കുറേ എടുത്തതിന് 3 വേർഡ്സ് ഉണ്ട്. അപ്പോൾ വെള്ളം, ലായകം, അങ്ങനെ ലായനി ഫോം ചെയ്യുന്നു. ക്ലിയർ അല്ലേ? പഞ്ചസാര ലായനി സോഡ, പഞ്ചസാര ലായനിയിലെ ലീനം പഞ്ചസാര, ലായകം വെള്ളം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞു നോക്കൂ. സോഡയിലെ ലീനം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. ലായകം ഏതാ? വെള്ളം. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ അങ്ങനെ ഓരോരോ ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ. ഒരു ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് ജലത്തെ എന്ത് വിളിക്കാം? സാർവിക ലായകം എന്ന് വിളിക്കാം. സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് ഇത് ജലം എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട്
പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ച് നോക്കൂ. 2 ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും അങ്ങനെ കുറച്ച് എക്സ്പെരിമെൻറ്റ് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് അതിനൊരു ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഇവർക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. ഇവിടെ നോക്കി നോക്കൂ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ടേബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ എന്താ പറയുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. നമുക്ക് നോക്കി നോക്കാം എന്താ പറയുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ വ്യാപിപ്പിക്കുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നു. ഈ ചൂടാകുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബാഷ്പീകരണത്തിന് തോത് വർദ്ധിക്കും. നമുക്കറിയാം, ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് ഒരു വെള്ളം നമ്മൾ ചായപാത്രത്തിൽ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴല്ലേ ചെറുകണികൾ എന്ത് ചെയ്യുന്നത് മറ്റു ചുറ്റുപാടുകളിലേക്ക് നീരാവി രൂപത്തിൽ പോകുന്നത്. ഇങ്ങനെ വെള്ളത്തിൻ്റെ ചെറുകണികൾ നീരാവി രൂപത്തിൽ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ പ്രോസസ്സിനെ എന്ത് വിളിക്കാം? ബാഷ്പീകരണം എന്ന് വിളിക്കാം. നമ്മൾ ചൂട് കൂടുതൽ കൊടുക്കും തോറും എന്ത് ചെയ്യും? ഇതിൽ തോത് കൂടിക്കൊണ്ടിരിക്കും അല്ലേ? ഈ ബാഷ്പീകരണം എല്ലാ അവസ്ഥയിലും സംഭവിക്കും. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ബാഷ്പീകരണം ഖരത്തിലും ദ്രാവകത്തിലും സംഭവിക്കും കേട്ടെ. വാതകം എന്നീ 3 അവസ്ഥകളിലും ഖരം, ദ്രാവകം, വാതകം ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. അതായത് നമുക്ക് ഏത് താപനില, ചൂടാണെങ്കിലും കുറച്ച് ചൂടാണെങ്കിലും ചെറിയ ചൂടാണെങ്കിലും ഒക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട്. നമ്മൾ തുണികളിൽ അയലകളിൽ തോരിടാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത് ബാഷ്പീകരിക്കുന്നത് കൊണ്ടല്ലേ, അതിലത്തെ ജലാംശം ബാഷ്പീകരിച്ച് പോകുന്നത് കൊണ്ടല്ലേ നമുക്കത് ഉണങ്ങി കിട്ടുന്നത്, തുണികൾ ഉണങ്ങി കിട്ടുന്നത്. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഒരു ഏക പദാർത്ഥമാണ് ജലം. ഈ 3 അവസ്ഥകളിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ജലത്തിനെ കാണാനായിട്ട് പറ്റും. ഇനി നോക്കി നോക്കാം ജലനിരപ്പ്. ഒരു കുട്ടി അവിടെ ഒരു ജലനിരപ്പ് നോക്കുന്നത് കണ്ടാൽ നമ്മൾ വീട് പണിയുന്ന സമയങ്ങളിലൊക്കെ ഈ ലെവൽ ട്യൂബിൽ ജലം നിറച്ചിട്ട് നോക്കും അല്ലേ? അത് എന്തുകൊണ്ടാണ് നോക്കാൻ കാരണം? നമ്മുടെ ജലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ജലം വിധാനം പാലിക്കുന്നു. എന്താണ് വിധാനം എന്ന് പറയുന്നത്? അതായത് വേനൽക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ജലാശയങ്ങളിലെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് പാരലായിട്ട് നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളവും എന്ത് ചെയ്യും? കുറയും അല്ലേ? അതായത് ഒരു സ്ഥലത്ത് ഒരേ ഭൂമി അല്ലെങ്കിൽ ഒരേ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് വെള്ളം കുറഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള ഭാഗത്തും വെള്ളം കുറയും. ആ പുഴയിൽ വെള്ളം കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തൊട്ടടുത്തുള്ള നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം കുറയുകയായിരിക്കും ചെയ്യുക. അതെന്തുകൊണ്ടാണ്? ജലം വിധാനം പാലിക്കുന്നു. ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പ് ഇനി എന്ത് സംഭവിക്കും? വ്യവസായശാലകൾ നിയന്ത്രണമില്ല ജലമെടുക്കുന്നത് ആ പ്രദേശത്തെ ലഭ്യതയെ ബാധിക്കും അല്ലേ? അപ്പോൾ വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ജലം എന്ത് സംഭവിക്കുന്നു? വിധാനം പാലിക്കുന്നു. ഈ ഒരു വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ എക്സാമോന്ന് കേട്ടാൽ നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഓർത്ത് വയ്ക്കണം, ജലം വിധാനം പാലിക്കുന്നു. ജലസ്രോതസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. അധിക ഭാഗവും കടലാണ്, കുറച്ച് ഭാഗം മാത്രമേ കരയുള്ളൂ അല്ലേ? നമുക്ക് കടൽ വെള്ളം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പൈസ ചിലവാക്കിയുള്ള പ്രോസസ്സ് വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കടൽ വെള്ളമൊക്കെ ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നോക്കി നോക്കാം ജലത്തുള്ളിക്ക് പറയാനുള്ളത്. എന്താ ജലത്തുള്ളിക്ക് പറയാനുള്ളത് നമുക്ക് നോക്കി നോക്കാം. എന്താണ്? ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറു കണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. എങ്ങനെയാണ് ജലം മഴവെള്ളമായി അല്ലെങ്കിൽ മഴയായി പെയ്യുന്നതെന്ന് പറയുകയാണ് അല്ലേ? അപ്പോൾ ജീവജാലങ്ങൾക്ക് ഞങ്ങളത് ജീവിക്കാൻ കഴിയില്ല. ഈ ജലാശയങ്ങളൊക്കെ ചൂടുപിടിക്കുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യുന്നു? ബാഷ്പീകരണം വഴി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അവിടുന്ന് തണുത്ത് മഴമേഘങ്ങളായി മാറി അത് പിന്നെ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. ആ പ്രോസസ്സിലൂടെ വീണ്ടും എന്ത് സംഭവിക്കുകയാണ്? ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കേട്ടോ, ജലാശയങ്ങൾ മലിനീകരിക്കുന്നുണ്ടല്ലേ? നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ജലാശയങ്ങൾ മലിനീകരിക്കുന്നുണ്ട്. അതായത് മൃഗങ്ങളെ കഴുകിയിട്ടും ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളവും എല്ലാമായിട്ട് ജലാശയങ്ങൾ മലിനപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്.
കരുതി വയ്ക്കാം നാളേക്ക്, മഴവെള്ള സംഭരണി, തടയണ, കയ്യാല, കിണർ റീചാർജിങ് എന്നിങ്ങനെ 4 പ്രോസസ്സിങ്ങിൻ്റെ പേരൊന്ന് വായിച്ചാൽ മതി. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ദെൻ കുറച്ച് വിലയിരുത്താം എന്നാണ് പറയുന്നത്. നോക്കൂ, ജലത്തിന് തണുപ്പിച്ച് എന്തായി മാറി? ഐസായി മാറി അല്ലേ. ജലം ചൂടാക്കുമ്പോൾ എന്തായി മാറി? അത് നീരാവിയായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ജലത്തിൻ്റെ സവിശേഷതകളും പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഒരു ചെറിയ ചാപ്റ്ററാണ്, നമുക്കൊരു കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, ചെറിയൊരു ചാപ്റ്ററാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഇതിൽ കുഞ്ഞു ഭാഗങ്ങളേ ഉള്ളൂ. അത് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി വായിച്ചാൽ മതി. എസ്പെഷ്യലി നമ്മുടെ മനുഷ്യത്തിൽ എവിടെ എത്ര ശതമാനം ജലമുണ്ട് ആ ഒരു ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഓക്കെ, 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കാവുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററുമായി, നെക്സ്റ്റ് ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. നമുക്കിതിങ്ങനെ സീരീസ് ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ 4th ചാപ്റ്ററുമായി ഞാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കും കൂടി ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.